ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെയാണ്. പുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മുതലേ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം പുള്ളിയുടെ ആ ഫസ്റ്റ് പടത്തിൽ തന്നെ പാട്ട് തന്നെ ഹിറ്റായി. പുള്ളിയുടെ ആ വില്ലൻ എൻട്രൻസ്, ആ സിനിമ കുറച്ച് 2-3 വർഷം കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അത് കഴിഞ്ഞ് മോഹൻലാലാക്കിയ പടമുണ്ട്, രാജാവിൻ്റെ മകൻ, വിൻസെൻ്റ് തോമസ്, 2255. അടിപൊളി ഡയലോഗ്. രാജ്മോഹൻ എന്നോട് ചോദിച്ചു അല്ലേ, അങ്ങനെ കുറേ ഡയലോഗുകൾ ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറേ ഡയലോഗുകൾ. അന്നാണ് എനിക്കൊന്ന് ആദ്യമായിട്ട് വിഷയങ്ങൾ റഫായിട്ട് യൂസ് ചെയ്ത് എനിക്കൊന്ന് ആ സിനിമയിലാണ് തുടക്കം നിൽക്കുന്നതാണ്. പിന്നീട് രണ്ടാമത് അടുത്ത ഹിറ്റ് പടം വന്നത് 20-ാം നൂറ്റാണ്ടാണ്. അതും ഒരു പ്രത്യേക ആരും എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഒരു പുതിയൊരു വെറൈറ്റി പോലെ തോന്നി. സ്മഗ്ലിങ് ഒക്കെ, നെക്കോട്ടിക് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗില്ലേ, നെക്കോട്ടിക് ബിസിനസ്, ഡേർട്ടി ബിസിനസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞാണ്ടോ. പിന്നെ എനിക്ക് പുള്ളിയുടെ ഇടയ്ക്ക് കുറേ ഈ ശ്രീനിവാസനായിട്ട് മിക്സ് ചെയ്ത കുറേ കോമഡി പടങ്ങൾ, അതും ഭയങ്കര കുറേ നമ്മൾ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന കുറേ കോമഡികളുണ്ട് ശ്രീനിവാസനായിട്ട് മിക്സ് ചെയ്ത്. ഇടയ്ക്ക് ഇങ്ങനെ റീലൊക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിരിച്ചു പോകുന്ന കുറേ രംഗങ്ങൾ നമ്മൾ സമ്മാനിച്ച ഒരു മഹാനടൻ തന്നെയാണ്. വളരെ വളരെ വലിയൊരു മഹാനടൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ ഈ അടുത്ത് ഇപ്പോൾ ഈ നടന്ന സംഭവമില്ലേ, എന്താ ചെകുത്താനെന്ന് പറഞ്ഞ ഒരു പുള്ളി യൂട്യൂബർ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ ഭയങ്കര ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നില്ലെങ്കിലും നമ്മുടെ മലയാളികൾക്ക് പറയാൻ പറ്റുന്നൊരു നടൻ തന്നെയാണ് അല്ലേ. അത്ര നല്ല ഒരു എല്ലാ രീതിയിലും കൊണ്ടും എനിക്ക് പുള്ളിയുടെ കഥാപാത്രങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ മോഹൻലാൽ സാറിൻ്റെ കഥാപാത്രങ്ങളെല്ലാം മിക്ക ഇതും എനിക്ക് ഇഷ്ടം തോന്നിയത്. നല്ല പാട്ടുകൾ അഭിനയിച്ചതുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ അല്ലേ. പട്ടാളക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ഒരു തെറ്റായ ഇതാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നിൽക്കുന്ന മണ്ണ് കാക്കുന്ന ആൾക്കാരാണത് അല്ലേ. അവരെയൊക്കെ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവൻ്റെ അമ്മ വന്നിട്ട് അവനെ ന്യായീകരിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ന്യായീകരിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അമ്മ മാറി നിന്ന് കാര്യം പറഞ്ഞു കൊടുക്കണം. അതങ്ങനെയല്ല. മൂത്തവരെ ഒന്നില്ലെങ്കിൽ പുള്ളിയൊക്കെ മൂത്തതല്ലേ അല്ലേ, അവരെയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് മോശമാക്കിയിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്താ പുള്ളിയുടെ മൈൻഡ് സെറ്റ് ആണെന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ മോശമായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ പറയണത്. പിന്നെ എനിക്ക് മോഹൻലാലിൻ്റെ പടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രം അടിപൊളി പടമായിരുന്നു. 360 ദിവസം ഓടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നടന്മാർക്കൊക്കെ മാരുതി 800 എന്തോ വാങ്ങിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഈ അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിലെ സിനിമ തിയേറ്ററിൽ പോയ ഓർമ്മയുണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ടൈം മുതൽ എനിക്ക് സിനിമ ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ക്രേസാണിത്. പിന്നെ എനിക്ക് വരയ്ക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തൊക്കെ വരയ്ക്കാനൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു ഇതുണ്ടായിരുന്നില്ല. ഇന്നല്ലേ ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നത്. മില്യൺസ് ഓഫ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അല്ലേ, അതിശയം തോന്നി. നല്ല തന്നെയാണ്. പലതരം വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്രോതസ്സല്ലേ, നല്ല തന്നെയാണത്. പിന്നെ മോഹൻലാലിൻ്റെ മീശ പിരിക്കൽ തുടങ്ങിയതോടെയാണ് മോഹൻലാൽ കോമഡി അഭിനയിച്ചിട്ട് അങ്ങനെ അത്ര അങ്ങോട്ട് ഏശാണുള്ളത് അല്ലേ. മീശ പിരിക്കൽ തുടങ്ങിയതോടെ എനിക്ക് എൻ്റെ തോന്നലാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, ദേവാസുരം കഴിഞ്ഞ് അങ്ങോട്ട് മീശ പിരിക്കലായിരുന്നു. 6 തമ്പുരാൻ, പിന്നെ
കുറേ കുറേ പടങ്ങളിൽ മീശ പിരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നാട്ടുരാജാവ്, നാടോടി, മറ്റേ വേറൊരു പടം കൂടി ഉണ്ട്, നെടുമുടിയാനുണ്ട്, താണ്ഡവം, അങ്ങനെ കുറേ പടങ്ങളിൽ മീശ പിരിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഹിറ്റായിരുന്നു, എല്ലാം നല്ല ഇതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കോമഡികളൊന്നും മേശണില്ല. ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഓരോ സമയത്താണല്ലോ നമുക്ക് ഓരോ ഇത് വരുന്നത്. നമുക്ക് ഒരു ഇതെന്താ പറയുക, ഫോർ എക്സാമ്പിൾ 20 വയസ്സ് തൊട്ട് ഒരു 35-40 വയസ്സ് വരെ ഉള്ളത് പിന്നീട് 45 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണ് അല്ലേ? അത് ഉണ്ടാവും. ഞാനിപ്പോൾ ഏകദേശം ഔട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഔട്ടർ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കളറിങ് ചെയ്യാമെന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ്. പോളിഷ് ചെയ്യണം നല്ലോണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മെനക്കേടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ വിചാരിക്കണേ, കളറിങ് തുടങ്ങിയാൽ പിന്നെ പതുക്കെ ഫേസിൽ ഓരോ കളറുകൾ കൊടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓരോ കാര്യം ചെറിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ മാറ്റങ്ങൾ അല്ലേ? എന്നാലും ചെറിയ മാറ്റങ്ങളിലൂടെ മാറുമ്പോഴാണ് വലുതാവുമ്പോൾ കുറേ കൂടി വലുതായി വരുന്നത്. പെട്ടെന്ന് കുറേ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ഒന്നും ഇതുണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. എൻ്റെ ഓരോ ഇത് തോട്ടുകൾ പറഞ്ഞില്ല കേട്ടോ. പിന്നെ പുള്ളിയുടെ വേറെ കുറേ ഹിറ്റ് പടങ്ങളുണ്ട്. നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഈ ലേറ്റസ്റ്റ് ഒരു പടമാണ് എടുത്തിരിക്കുന്നത്, റെഫറൻസായിട്ട് എടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ഒരു പിക്ചറാണ് ഞാൻ എടുത്ത് ട്രേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പതുക്കെ ഏകദേശം ഇത് മേടിച്ച് വരച്ച് കഴിഞ്ഞാൽ പതുക്കെ അങ്ങോട്ട് ഇതിലേക്ക് പോകാമെന്ന് വിചാരിക്കണം, പോളിഷിങ്. അതാകുമ്പോഴാണ് കറക്റ്റ് ഫിറ്റ് ആവണത് ഏകദേശം. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ മമ്മൂട്ടീനെ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. മമ്മൂട്ടിയുടെ ഒരു ലേറ്റസ്റ്റ് ഒരു പടം നോക്കിയിട്ട് മമ്മൂട്ടിയുടെ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓർമ്മയിൽ ഭയങ്കര ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പടമുണ്ട്. ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അമൃതം ഗമയ, പിന്നെ നമുക്ക് വറുക്കാൻ മുന്തിരിത്തോപ്പ്, പിന്നെ ഒരു പടം കൂടെ ഉണ്ടായിരുന്നു, സുഗമോ ദേവി. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു ഫോർ സീയിങ്.